അധികം വൈകാതെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും അമ്മ സോണിയയ്ക്കും അഴിയെണ്ണാം. നാഷണൽ ഹെറാൾഡ് കേസിൽ കോടികളുടെ അഴിമതിയാണ് ഇരുവരും ചേർന്ന് നടത്തിയിരിക്കുന്നതും കണക്കുകൾ സഹിതം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇഡി പുറത്തുവിട്ട കുറ്റപത്രത്തിൽ നാഷണൽ ഹെറാൾഡ് കേസിൽ ഗാന്ധി കുടുംബം 5000 കോടി രൂപയുടെ സ്വത്തിന്റെ പ്രധാന ഗുണഭോക്താക്കളാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നതും. അതായത് ഇന്നത്തെ വിപണി മൂല്യത്തിൽ ആസ്തിയുടെ മൊത്തക്കണക്ക് ആ ഒരു വരുമാനമാണ് 5000 കോടി രൂപ എന്ന് പറയുന്നത്. കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള വരുമാനം 9808 കോടി രൂപയാണ് എന്ന് ഇഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇഡി കുറ്റപത്രത്തിൽ സോണിയെ 1-ാം പ്രതിയായും രാഹുലിനെ 2-ാം പ്രതിയുമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറ്റപത്രം പരിഗണിക്കുന്നതിനെ കുറിച്ചുള്ള ഏപ്രിൽ 25 പ്രത്യേക കോടതി തീരുമാനമെടുക്കും. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന PMLA-യിലെ സെക്ഷൻ 4 പ്രകാരം സോണിയയ്ക്കും രാഹുലിനും മറ്റു പ്രതികൾക്കും ശിക്ഷ നൽകുമെന്നാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുവാനും ഗാന്ധി കുടുംബത്തിന്റെ നികുതി വിലയിരുത്തൽ നടത്തുവാനും ആദായ നികുതി വകുപ്പിന് അനുമതി നൽകിയ വിചാരണ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതും. മുൻ മന്ത്രി സുബ്രഹ്മണ്യൻ സ്വാമി 2013 സമർപ്പിച്ച ഹർജിയിലാണ് വിചാരണ കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിയന്ത്രിക്കുന്ന യങ് ഇന്ത്യ എന്ന സ്വകാര്യ സ്ഥാപനമാണ് ഈ സ്വത്തുക്കൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്തതും സ്വന്തമാക്കിയിരിക്കുന്നതും. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സാം പീട്രാഡോ അതുപോലെ സാമുവൽ ദൂബെ എന്നിവരെ പ്രതികളാക്കി ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. പൊതുമേഖലാ കമ്പനിയായ AJLന്റെ 2000 കോടി രൂപയുടെ ആസ്തികൾ സ്വന്തമാക്കുന്നതിന് AJLന്റെ പ്രിൻസിപ്പൽ ഓഫീസർമാർ, യങ് ഇന്ത്യൻ പ്രധാന കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടതായി ഇഡി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. യങ് ഇന്ത്യ എന്ന സ്വകാര്യ കമ്പനിക്ക് 99% ഓഹരികളും 50 ലക്ഷം രൂപയ്ക്ക് കൈമാറിയതായാണ് അവർ ഇത് ചെയ്തതെന്നാണ് ഇഡി ആരോപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സോണിയയ്ക്കും രാഹുലിനും യങ് ഇന്ത്യയിൽ 76% ഓഹരി ഉണ്ടെങ്കിൽ പോലും 24% പരേതനായ മോത്തിലാൽ വെറയുടെയും അതുപോലെ തന്നെ പരേതനായ ഓസ്കാർ ഫെർണാണ്ടസിന്റെയും ഉടമസ്ഥതയിൽ ഉള്ളതാണ്. കുറ്റപത്ര പ്രകാരം കോൺഗ്രസ് AJLന് നൽകിയ 90.21 കോടി രൂപയുടെ കുടിശ്ശിക വായ്പ നേതാക്കൾ 9.02 കോടി രൂപയുടെ ഇക്വിറ്റി ഷെയറുകളാക്കി മാറ്റുകയായിരുന്നു. ഈ ഓഹരികൾ എല്ലാം തന്നെ പിന്നീട് യങ് ഇന്ത്യക്ക് 50 ലക്ഷം രൂപയ്ക്ക് തുച്ഛമായ തുകയ്ക്ക് കൈമാറിയതായും ഇഡി വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഈ കൈമാറ്റത്തിലൂടെ തന്നെ സോണിയയും രാഹുലിനെയും ആയിരക്കണക്കിന് കോടി വിലമതിക്കുന്ന AJLന്റെ സ്വത്തുക്കളുടെ ഗുണഭോക്താക്കൾ ഉടമകളായി അതിൽ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കമ്പനി നിയമത്തിലെ സെക്ഷൻ 25 പ്രകാരം യങ് ഇന്ത്യൻ കമ്പനിയെ ലാഭേച്ഛയില്ലാത്ത കമ്പനിയായി പട്ടികപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കമ്പനിയിൽ അത്തരത്തിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം പോലും നടന്നിട്ടില്ല എന്നും ഇഡി ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അതേസമയം 2012 BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു തട്ടിപ്പ് പുറത്തു വരുന്നതും. 2021 ഇഡി കള്ളപ്പണ ഇടപാടിൽ അന്വേഷണം ആരംഭിക്കുകയും നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായിരുന്ന ദി അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് AJL എന്ന കമ്പനിയെ സോണിയയും നേതൃത്വത്തിലുള്ള യങ് ഇന്ത്യൻ ലിമിറ്റഡ് എന്ന കമ്പനി തട്ടിയെടുക്കുകയാണ് ചെയ്തതും. അതുപോലെ 2000 കോടിയോളം വില വരുന്ന സ്വത്തുക്കൾ തുച്ഛമായ വിലയ്ക്കാണ് സോണിയയും രാഹുലും ചേർന്ന് സ്വന്തമാക്കിയതും. 2008 90 കോടിയുടെ കടബാധ്യതയുമായി നാഷണൽ ഹെറാൾഡ് അടച്ചുപൂട്ടുകയായിരുന്നു ചെയ്തതും. ബാധ്യത തീർക്കാൻ നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് കോൺഗ്രസിന് 90 കോടി രൂപ വായ്പ നൽകി. ഈ തുക തിരിച്ചടയ്ക്കാൻ ഇവർക്ക് കഴിയാതെ വരികയും 2010 UPA സർക്കാരിന്റെ ഭരണകാലത്ത് സോണിയയും രാഹുലും ഡയറക്ടർമാരായി യങ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിക്കുകയാണ് ചെയ്തത്. ഇതോടെ കോൺഗ്രസ് നൽകിയ വായ്പ യങ് ഇന്ത്യയുടെ പേരിലേക്ക് മാറ്റുകയും യങ് ഇന്ത്യക്ക് പണം നൽകുവാനും AJLന് കഴിഞ്ഞില്ല എന്നത് വരികയും ചെയ്തു. ഇതോടെയാണ് കോടിക്കണക്കിന് രൂപയുടെ യങ് ഇന്ത്യക്ക് സ്വന്തമാകുന്നതും. 2010 കമ്പനിയുടെ കൈമാറ്റ ഇടപാടുകൾ നടന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.